ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. വെറുതെ വന്നതല്ല, കസിൻ്റെ കല്യാണമാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഉണ്ണിമോള് സൂര്യയും മൈലാഞ്ചി ഇടുകയാണ്. ഇത് രണ്ടുണ്ട് വലിയച്ഛൻ്റെ മക്കളാണ് കേട്ടോ. സൂര്യയ്ക്ക് ഉണ്ണിമോളാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തൊപ്പി ഞാനിടാന്ന്. തൊപ്പി മീൻസ് ഈ വിരലിൻ്റെ ചുറ്റോറും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയാറ്. പറയാൻ വിട്ടുപോയി, ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അസിസ്റ്റൻ്റ് ആയിട്ട് ഓരോന്നെടുത്ത് കൊടുക്കാൻ തുടങ്ങി. ആ മുടി ക്രിംപ് ചെയ്യുന്നതാണ് സൂര്യ. അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമോള്. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വെല്ലിച്ചൻ്റെ മൂത്ത മോളാണ്, അതായത് സൂര്യൻ്റെ ഉണ്ണിമോളിലെ ചേച്ചി. പുള്ളിക്കാരി നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതിലിടയ്ക്ക് സുരഭി എവിടുന്നോ കേക്കൊക്കെ വന്നു. അപ്പം ഞാൻ അതും ഇടയ്ക്കെടുത്ത് കഴിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് സുമേച്ചി ക്രിംപ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് വന്നു. ഇന്ന് അതിൽ വിട്ടുപോയത് സൂര്യയാണ്. ഗൈസ്, ഉണ്ണിമോളും സൂര്യനെയും നിങ്ങൾ നല്ലപോലെ കണ്ടിട്ടില്ലല്ലോ. ഇതാ ഗൈസ്, ഈ വരുന്നതാണ് ഉണ്ണിമോള്. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്. പേര് നിഖില, ഞങ്ങൾ ചേച്ചിന്ന് വിളിക്കും. അങ്ങനെ ചേച്ചി ഹെയറും കെട്ടിക്കഴിഞ്ഞു. ചേച്ചിനെ കാണുമ്പോൾ ഒരു ഉത്സാഹം ഇല്ലാത്ത പോലല്ലേ. വേറെ ഒന്നുമല്ല, ഇരുന്നിട്ട് ഇരിപ്പറിച്ചിക്കണം, അതാണ്. അതിലിടയ്ക്ക് എൻ്റെ ഈ ചാനലിനെ പറ്റിയിട്ട് ഒരു ചർച്ച വന്നു. ഗൈസ്, വലിയമ്മ കയ്യൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ടെന്നുള്ളത് അവിടെ അധികം ആർക്കും അറിയില്ല ഗൈസ്. ആരും പേടിക്കണ്ട, കടിക്കൊന്നും ചെയ്യില്ല. ഉണ്ണിമോള് സൂര്യൻ മുടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചിട്ട് അമ്മ ഒന്ന് കലിപ്പായത്. അതിനിടയ്ക്ക് വല്യമ്മയ്ക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്രഷൻ തന്നു. ഞാനത് കറക്റ്റായിട്ട് ക്യാപ്ചറും ചെയ്തു. അയ്യോ, അതെന്തായാലും ഗൈസ്, സംസാരത്തിനിടയിൽ ഞാനൊരാളെ കാണിക്കാൻ വിട്ടുപോയി. ദൈ വരുന്ന മുതലാണ് അയാൻ. വേറെ ആരല്ല, ഷിൻചേച്ചിൻ്റെ കുട്ടിയാണ്. പിന്നെ പാർട്ടിക്കുള്ള സമയമായി, അതുകൊണ്ട് ഒരുങ്ങണമൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ തലേസത്തെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇന്ന് എവിടെ നിന്നില്ല, നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഹലോ ഗൈസ്, ഓണാണാ? ഓണാക്കിയിട്ടില്ല. ഓണല്ലാന്ന് വിചാരിച്ചിട്ട് കേട്ടാ മതി. പക്ഷേ ഗൈസ്, ഓണേ ഞാൻ വീഡിയോ ഓണാക്കിക്കണ എനിക്ക് വിളമ്പി തരണട്ടാന്ന് ഞാൻ പ്രത്യേകം ചേച്ചിനോട് പറഞ്ഞതാണ്. നേരത്തെ വീഡിയോ എടുത്തതിൻ്റെ ദേഷ്യത്തിലാണ് തോന്നുന്നു ഓളിക്ക് വിളമ്പി തരാതെ ലാഗ് അടുപ്പിച്ചാണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അതും നോക്കിയിരിക്കണം. വരുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് കുറച്ചുകൂടെ മതിയല്ലോ എന്ന്. പാർട്ടിക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അതിലിടക്കിന്റെ വേറെ കസിനെ ചടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ണിയാണ് കേട്ടോ. ഉണ്ണി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നാളെ തൊട്ട് നമുക്ക് ഉണ്ണീനെ എങ്ങനെയെങ്കിലും എയറിലാക്കണം ഗൈസ്. കണ്ട ഗൈസ്, നിങ്ങളത് കാണണം. ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്ന് കാട്ടിക്കൊണ്ട് നമ്മളെ കഥ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. ചോർന്ന് മാറ്റടാ യൂട്യൂബ് ചാനൽ ഇടരുതെന്ന് പറഞ്ഞോണ്ട് ഞാൻ അതിനകത്തൊന്നും എടുത്തില്ല. അവൻ്റെ തല മാത്രമേ പെട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ചാനലുള്ളത് ഇവനും അറിയില്ല. വെലിച്ചനോട് ഞാനൊരു ഹായ് തരാനാണ് പറഞ്ഞത്, പക്ഷെ മൂപ്പരൊരു ബായ് തന്ന പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സൈഡ് ആംഗിളും വൈഡ് ആംഗിളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേറെ ടേബിളിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം വർത്താനം പറയാമെന്ന് വിചാരിച്ചു. ഉണ്ണിമോളും ഉണ്ണിയും ഭയങ്കരമായിട്ട് എന്തോ ഗെയിം കളിക്കുകയാണ്. ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് ചെരിഞ്ഞത്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂമാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുരഭിൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ടുപോയി. അതിലിഞ്ഞ് ഞാൻ അവളെ വിളിക്കാൻ ബാക്കിയൊന്നുമില്ല. എന്തൊക്കെയോ ചീത്ത ഞാൻ അവളെ വിളിച്ചിരിക്കും. ഇതൊക്കെ എടുത്തതിൻ്റെ ശേഷമൊക്കെ ഓർമ്മ വന്നത് നമ്മൾ ബ്രൈഡിൻ്റെ ഫുൾ ലുക്ക് നമ്മൾ കാണിച്ചിട്ടില്ല എന്നുള്ളത്. ഇതാണ് അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ലുക്ക് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് വിത്ത് ഹെർ ബ്രൈഡ്. ഗൈസ്, ഫുഡ് കഴിക്കാൻ വരുന്നതിന് മുന്നേ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത്രയും നേരം ഗാനമേളയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന പാട്ടിടാന്ന് വിചാരിച്ചിട്ട് പാട്ടിട്ടു. ഗായ്സ്, ഇത് മൃദു, കല്യാണപ്പെടിൻ്റെ അനിയത്തിയാണ് കേട്ടോ. വീഡിയോ ഓണാക്കാൻ മറന്നെന്നുള്ളത് ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ.
അത്രയ്ക്ക് ചേച്ചി ആർട്ടിഫിഷ്യലാക്കി തന്നിട്ടുണ്ട്. ഗായ്സ് ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ്. ആ നീല ഉടുപ്പിട്ടിരിക്കുന്നതാണ് അകി ചേച്ചി, നികി ചേച്ചിയുടെ ചേച്ചിയാണ്. ഇപ്പം എന്നെ ചെരുപ്പ് എടുത്ത് തരുന്നതാണ് സിന്ധുമായി. വേറെ ആരും നമ്മുടെ ഉണ്ണിയുടെ അമ്മയാണ്. ബാക്കിൽ റൈറ്റിലിരിക്കുന്നത് എൻ്റെ അമ്മ, ലെഫ്റ്റിലിരിക്കുന്നത് ഉമ്മുമായി, അതായത് അകി ചേച്ചിയുടെ നികി ചേച്ചിയുടെ അമ്മ. ഔട്ട്ഫിറ്റ് ഫോട്ടോസ് വേറെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഈ ക്ലിപ്പ് കൂടെ കിടന്നോട്ടെ. ഗായ്സ് ഒരു പ്രധാനപ്പെട്ട ആളെ കാണിക്കാൻ വിട്ടുപോയി. ദാണ്ട് ഈ സിന്താബ് വിളിക്കുന്ന ആളാണ് നിഖിൽ. നമ്മൾ ഉണ്ണിരേട്ടനാ, നമ്മൾ നികിട്ടേട്ടെന്ന് വിളിക്കും. എൻ്റെ പേരറിയാത്ത പോലെ ബ്ലോഗറെ എന്ന് വിളിച്ചാണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റൂ. ചത്താലും എന്നെ പെടുത്തരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണി നിൽക്കുന്നത്. പക്ഷെ ചെറുതായി ഒന്ന് കിട്ടിയിട്ടുണ്ട്. അതിലിടയ്ക്ക് ഇന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞാക്കാൻ വേണ്ടിയിട്ട് ടാറ്റ ഹായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട്. വിളിച്ച് കുടുങ്ങി നീയായിരിക്കുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷിൻചേച്ചി ഉണ്ണിമോളൊക്കെ പോകുന്നുണ്ടപ്പോൾ ഞാനും സുമേച്ചി ഓരൊപ്പം പോയി. സുരഭിയും അമ്മയും അവിടെ കല്യാണ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ വേറെ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.